ദൈവനാഥൻ മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി സൂസൻ ഒളിവർ മ്യൂസിക്സിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിത് ഒരു ദിവസം എനിക്ക് ഡേറ്റും ഇയറും ഒന്നും ഞാൻ ഓർക്കുന്നില്ല, ഏതാണ്ട് 2021, 2022 തോന്നുന്നു. ഒരു ദിവസം ഞാൻ വൈകിട്ടൊരു 5:30-6 മണിയായി. ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഞാൻ ടൈം അങ്ങനെ ഓരോ ദിവസം വേസ്റ്റായി കളയുന്നത് എനിക്കിഷ്ടമല്ല. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എഴുതാൻ കാണും, വായിക്കാൻ കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ ഞാനൊരു 5:30 ആയപ്പോൾ ഞാൻ വെറുതെ ഒരു കുളിയും കഴിഞ്ഞ് കസേര കയറി വെറുതെ അങ്ങിരുന്നു. ഇരുന്നപ്പോൾ ഹോളി സ്പിരിറ്റ് നോക്കിയപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്നു. പുള്ളിക്ക് അത് കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് നീ വെറുതെ ഇരിക്കാമെന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട് ചെന്ന് ഒരു സൂചി എടുത്തു. എന്തെടുത്തു? ഒരു സൂചി എടുത്തു. സൂചി എടുത്തതല്ല, ഇത് തീക്കനലിൽ വെച്ചങ്ങ് പഴുപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ നാക്കേൽ ഒരൊറ്റ എഴുത്തെഴുതി. എന്താ എഴുതി? ഈ പാട്ടുകൾ അത്രയും എനിക്കെൻ്റെ നാവിൻ തുമ്പത്താണ് തരുന്നത്. അവനെൻ്റെ നാവിന്മേലൊരു പുതിയ പാട്ട് തന്നു. അല്ലെ ഹൃദയവുമായിട്ട് ഇങ്ങനെ സംവദിക്കും. അങ്ങനെ വേണോ ഇങ്ങനെ വേണോ, യേശുവിൻ്റെ ഹൃദയവും എൻ്റെ ഹൃദയവുമായിട്ട്. അതൊക്കെ കറക്റ്റാണ്. അപ്പോൾ യഹോവ നല്ലവണ്ണെന്ന് രുചിച്ചറിയുവീണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൂചി തീക്കനലിൽ വെച്ച് പഠിപ്പിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ നാക്കിലോട്ട് എഴുതി തന്നു. എന്തെഴുതി? കരുതുന്ന ദൈവം. അതിൽ ഓരോ ലെറ്ററും പർട്ടിക്കുലറായിട്ട് എഴുതി. നീ നല്ലപോലെ നാക്ക് കിഴിഞ്ഞിറങ്ങുന്ന അനുഭവമാണ് ഉണ്ടായത്. ഇത്രയും പാട്ടുകൾ തന്നതെല്ലാം നാവിൻ തുമ്പത്താണെങ്കിൽ ഈ അനേക പാട്ടുകൾ ഈ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ നാവിൽ എഴുതി തന്നത്. ദേഷ്യം വന്നിട്ട് ഒരൊറ്റ എഴുത്ത് അങ്ങ് എഴുതി, കരുതുന്ന ദൈവം. അപ്പോൾ കൂള് പറഞ്ഞ് നിങ്ങളുടെ ടൈം വേസ്റ്റാക്കുന്നില്ല, നമുക്ക് ഈ പാട്ട് കേട്ടാലോ? കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ കരയുകയില്ല ഞാൻ. അപ്പോൾ ആരും കരയണ്ട. ആരുണ്ട് നമ്മുടെ കൂടെ? കരുതുന്ന ദൈവമുണ്ട്. അതിനോട് വിശ്വാസം വേണം. എന്ത് പ്രതിസന്ധിയും പ്രതികൂലം വന്നാലും നമ്മൾ തന്നെ എന്ത് ചെയ്യും? ഓവർടേക്ക് ചെയ്യും. അത് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ കൂടെ ആരുണ്ട്? കരുതുന്ന ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. ഓക്കെ, അപ്പം എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു മാസം ഈ 12-ാം തീയതി ആകുമ്പം ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം ആകുന്നതേ ഉള്ളെങ്കിലും 1K കഴിഞ്ഞു. അതെനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ എൻ്റെ നാവിന്മേൽ ഇരുത്തുന്ന പാട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ കരയുകയില്ലിനി ഞാൻ, ഇനിയും എൻ നയനങ്ങൾ നനയുകയില്ല, ഇനി എൻ നയനങ്ങൾ നനയുകയില്ല. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ കരയുകയില്ലിനി ഞാൻ, ഇനി എൻ നയനങ്ങൾ നനയുകയില്ല, ഇനി എൻ നയനങ്ങൾ നനയുകയില്ല. എന്നിനവുകളറിയുന്നവൻ എൻ കനവെല്ലാം കതിരാക്കി മാറ്റുമവൻ. എന്നിനവുകളറിയുന്നവൻ എൻ കനവെല്ലാം കതിരാക്കി മാറ്റുമവൻ. വിടരാൻ കൊതിച്ച പൂമൊട്ടുകളൊന്നും ആരാമത്തിൽ വീണലിയുകയില്ല, വിടർന്നെന്നും സൗരഭ്യം പരത്തിയിടും. വിടരാൻ കൊതിച്ച പൂമൊട്ടുകളൊന്നും ആരാമത്തിൽ വീണലിയുകയില്ല, വിടർന്നെന്നും സൗരഭ്യം പരത്തിയിടും. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ കരയുകയില്ലിനി ഞാൻ, ഇനി എൻ നയനങ്ങൾ നനയുകയില്ല, ഇനി എൻ നയനങ്ങൾ നനയുകയില്ല. വിധിയുടെ കരാള ഹസ്തങ്ങളിൽ ഞമരുകയില്ല ഇനി എൻ ജീവിതം. വിധിയുടെ കരാള ഹസ്തങ്ങളിൽ ഞമരുകയില്ല ഇനി എൻ ജീവിതം.
ചോദിക്കേണ്ട എന്നെ വിധിക്കുന്നതും വധിക്കുന്നതും അവൻ തന്നെയല്ലോ. എൻ്റെ പ്രിയനെന്നെ വിടുവിക്കുവാൻ വിധിയോടനുവാദം ചോദിക്കേണ്ട എന്നെ വിധിക്കുന്നതും വധിക്കുന്നതും അവൻ തന്നെയല്ലോ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ കരയുകയില്ലിനി ഞാനിനി എൻ നയനങ്ങൾ നനയുകയില്ല. ഇനി എൻ നയനങ്ങൾ നനയുകയില്ല. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ കരയുകയില്ലിനി ഞാനിനി എൻ നയനങ്ങൾ നനയുകയില്ല. ഇനി എൻ നയനങ്ങൾ നനയുകയില്ല.